ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്താറായല്ലേ, അപ്പോൾ പുതിയ LED ലൈറ്റ്സ് മേടിച്ചാലോ? ഇതാണ് നമ്മൾ മേടിച്ച പുതിയ LED ലൈറ്റ്. അധികം ആരും നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു ലൈറ്റ്. അപ്പോൾ ഇത് എവിടെ നിന്ന് മേടിച്ചതെന്ന് പറയാം. വേറെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോഫ കവറൊക്കെ കീറി പറഞ്ഞ് വൃത്തികേടായിരിക്കുന്നുണ്ട് കേട്ടോ. പുത്തനാക്കി എടുത്തു. ദാ കണ്ടില്ലേ, മാറ്റിയപ്പോൾ ലുക്ക് തന്നെ അങ്ങ് മാറിപ്പോയി. ഇത് എവിടെ നിന്ന് മേടിച്ചെന്നും പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഇതാ ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ലേറ്റായി പോയി, നേരത്തെ ഇട്ടതാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒന്നും വെച്ചില്ല കേട്ടോ. അതിന് പകരം LED ലൈറ്റ്സും പിന്നെ ചെറിയൊരു റെയിൻഡിയർ ലൈറ്റും മാത്രമാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ച LED ലൈറ്റാണ്. നമുക്ക് ഒരുപാട് LED ലൈറ്റുകളുണ്ട്. സ്റ്റാറിൻ്റെ ഉണ്ട്, ദീപാവലിക്കുള്ളതുണ്ട്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ വെറൈറ്റി ലൈറ്റ് മേടിച്ചു. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ LED ലൈറ്റ്. അപ്പോൾ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷെബീസ് ഇതാ കണ്ടില്ലേ, ഒരു നീണ്ട കയറിങ്ങനെ കെട്ടി വെക്കും. എന്നിട്ട് അതിൽ കൂടെയാണ് ഇതിങ്ങനെ തൂക്കിയിടുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം വൃത്തികേടായി പോകും, ഇങ്ങനെ നേരെ ചൊവ്വേ കിടക്കത്തില്ല. അപ്പോൾ ഇതിന് കണ്ടോ, ഓരോ ലൈറ്റും ഓരോന്നാണ്. സാന്റ ഉണ്ട്, അതേപോലെ നമ്മുടെ റെയിൻഡിയർ ഉണ്ട്, സ്റ്റാർ ഉണ്ട്, സ്നോമാൻ ഉണ്ട്, സോക്സ് ഉണ്ട്, ക്രിസ്മസിൻ്റെ ഒരു വീടുണ്ട്. അതിനകത്തേക്ക് LED ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട്. ഇത് കത്തി കാണുമ്പോഴാണ് പ്രത്യേക ഒരു ഭംഗി. ഇതിൻ്റെ റേറ്റ് ഏകദേശം 1500 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആമസോണിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറൈറ്റിയാണ്, ഞാൻ അധികം ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് LED ലൈറ്റ് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ കൊച്ചിയിൽ പോയപ്പോൾ ബ്രോഡ്വേയിലോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ LED ലൈറ്റ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ കണ്ടതാണ് റെയിൻഡിയർ. ഈ റെയിൻഡിയറൊക്കെ എല്ലായിടത്തും ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്രാവശ്യം എല്ലാ വീടുകളുടെ മുന്നിലും നമ്മുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ച റെയിൻഡിയറാണ്. ഇത് ഒരെണ്ണത്തിന് ഏകദേശം 500 ആ റേഞ്ചാണ് ആയിട്ടുള്ളത് കേട്ടോ. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ മേടിച്ച റെയിൻഡിയറും ദാ ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇത് ഇങ്ങനെ തൂക്കി കൊളുത്തി ഇടണം കേട്ടോ. അങ്ങനെ ഇത് രണ്ടുമാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ റോഡ് പണി നടക്കുന്നത് കാരണം വീടിനകത്ത് നിറച്ച് പൊടിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഈ റോഡ് പണിയാണെങ്കിൽ തീരുന്നതുമില്ല. അപ്പോൾ ഈ സോഫ കവറൊക്കെ ഓൾറെഡി ഞാൻ കഴുകിയൊക്കെ ഇട്ടതാണ്. പക്ഷേ ആ കവറിലും നിറച്ച് പൊടി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുതിയ സോഫ കവർ മേടിച്ചു. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു സാധാരണ നമ്മൾ പഴയ സോഫ ടൈപ്പ് സെറ്റിക്ക് വേണ്ടിയിട്ടുള്ള കവറാണ്. അപ്പോൾ ഇത് 5 പെയറുണ്ട്, അതായത് 10 എണ്ണം ഉണ്ട് കേട്ടോ ഈ സാധനം. അപ്പോൾ ആദ്യം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇടാൻ പറ്റില്ല, പക്ഷേ ഇത് ഇടേണ്ട രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇടാൻ പറ്റും. അങ്ങനെ ഞാൻ അവസാനം ഇത് ഇടിപ്പിച്ചു കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷേ കീറി പറഞ്ഞ സോഫ കവറൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇതിന് ഏകദേശം 600 റേഞ്ചാണ്, 600 രൂപ റേഞ്ചാണ്. പിന്നെ വലിയ സോഫയ്ക്ക് അത് ഞാൻ സെപ്പറേറ്റ് ആണ് മേടിച്ചത്. അതിൻ്റെ കവറും ഇതിൻ്റെ കവറും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇട്ട് വന്നപ്പം ഏകദേശം ഒരു ഭയങ്കര വൃത്തികളായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം ഒരേപോലെ തന്നെ ഇരുന്നു. അപ്പോൾ പഴയ സോഫകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് വൃത്തിയാക്കി ഒന്ന് മോടി പിടിപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഇങ്ങനെ അതിനെ നല്ല വൃത്തിയാക്കി ടൈറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്പോഞ്ച് കിട്ടും കേട്ടോ. അതും കൂടെ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പണിയുണ്ട്, എന്നാലും നല്ല ഭംഗിയായിട്ട് പുതിയൊരു ലുക്കിൽ പുതിയൊരു പോസിറ്റിവിറ്റി വരും. ഇങ്ങനെ നമ്മുടെ പഴയ സോഫകളൊക്കെ പുതിയ കവർ എടുത്തിടുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.